മീന നമ്മുടെ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട നായികയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റുകളുടെ നായിക വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മീനയ്ക്ക് ഭർത്താവ് മരിച്ചപ്പോൾ മീനയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭർത്താവായിട്ട് അത്ര സ്നേഹത്തിലായിരുന്ന ഒരു മോളുണ്ട്. അത്ര സ്നേഹിച്ച നല്ലൊരു കുടുംബം, ഒരു സ്വർഗം എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് അവർ ജീവിച്ചിരുന്നത്. പെട്ടെന്നാണ് ഭർത്താവിൻ്റെ മരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനേനെ പിടിച്ചു കുലുക്കി കളഞ്ഞു. കുറച്ച് നാൾ റെസ്റ്റ് എടുത്തു. ഡിപ്രഷൻ, പ്രാന്തിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി കണ്ടോടുകൂടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മീന വിചാരിച്ച പോലെയല്ല രാഷ്ട്രീയം. പലതും കേൾക്കേണ്ടി വന്നു. അതോടുകൂടിയിട്ട് എന്തിനാണ് ഞാനിതൊക്കെ കേൾക്കുന്നത് എന്ന് വിചാരിച്ച് രാഷ്ട്രീയം ഉപേക്ഷിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാനും അതുപോലെ തന്നെ ഇങ്ങനെ ഈ അപവാദങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഒരു കാര്യം നമ്മുടെ മീനയ്ക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഒരു കോടീശ്വരനാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാലും 4 തലമുറയ്ക്ക് ആർഭാടമായി ജീവിച്ചാലും എത്ര ചിലവാക്കിയാലും കഴിയാത്ത സ്വത്ത് അദ്ദേഹം ഭാര്യയ്ക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടാണ് പോയത്. എന്നിട്ടും മീനെങ്ങനെ പോയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നതും സിനിമയിലേക്ക് തിരിച്ചു വന്നതിൻ്റെയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, ഇദ്ദേഹം ഉപയോഗിച്ച ഓരോ വസ്തുക്കൾ കാണുമ്പോഴുള്ള വിഷമം, ഇത് വീണ്ടും 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 കരയുക, മോളെ കാണുമ്പോൾ അതിനേക്കാളും വലിയ വിഷമം, ഇവർ ഇതിനു മുമ്പ് ജീവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് വീണ്ടും വിഷമം. അപ്പം മനസ്സിനെ കൈവിട്ടു പോകും. കുറച്ച് ആൾക്കാരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും തുടങ്ങി ഓരോരുത്തരെ കെട്ടുകഥകളും, 2ാമത് കല്യാണം കഴിക്കാൻ പോകണം, 3ാമത് കല്യാണം കഴിക്കാൻ പോകണം എന്നുള്ള കെട്ടുകഥകൾ. മീന ഇനി കല്യാണം ഇല്ല എന്ന് തന്നെ പറയാം. ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത്. അവരുടെ ദാമ്പത്യം അത്രയും മനോഹരമായിരുന്നു, അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ മീനയുടെ പോലെ ഒരു ദാമ്പത്യം നടികൾക്ക് കിട്ടിയാൽ അവർക്ക് പരമാനന്ദ സുഖമാണ്. അപ്പോൾ അത് ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് ഇതുപോലെ കൂടുതൽ സ്നേഹിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന്, നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചത്. അപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കാശിന് വേണ്ടിയാണ്, കാശിൻ്റെ ആർത്തിയാന്നൊക്കെ. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മീനയ്ക്ക് ഒരു സമാധാനം കിട്ടാനും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ കിടന്ന് അഭിനയിക്കാനും അവരെ ഓരോ കഥാപാത്രമായിട്ട് മാറാനും അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ പഴയതൊക്കെ ഒരു മറക്കാൻ വേണ്ടിയിട്ട് വന്നുള്ള മീന. അല്ലാണ്ട് മീന വീണ്ടും വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കല്യാണം കഴിക്കാനോ ഒന്നുമല്ല വന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുന്നതിനൊക്കെ മുമ്പ് 10 കോടി രൂപയ്ക്ക് വാങ്ങിച്ച, അന്നത്തെ സമ്പാദ്യമെല്ലാം കൂട്ടി 10 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഭയങ്കര ഒരു ബംഗ്ലാവ് ഉണ്ട് ചെന്നൈയിൽ. ആ ചെന്നൈയിലത്തെ ബംഗ്ലാവ് 100 കോടിക്ക് വിറ്റുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമുക്ക് കാശിന് വേണ്ടി മാത്രമല്ല. നമ്മുടെ മനസ്സ്, നമ്മളൊരു സിനിമയ്ക്ക് പോകണം എന്തിനാ? മനസ്സൊന്ന് ഫ്രീ ആക്കാൻ, മനസ്സിനൊന്ന് സ്വതന്ത്രമായിട്ട് വിടാൻ, എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ മാറാൻ. ചിലർ മദ്യപിക്കുന്നത് എന്തിനാ? ചിലർ പല ആക്ടിവിറ്റിയിലും ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരെ കളികളും പന്ത് കളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് അവർക്ക് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും, അതിനെ അവർ വേറെ വഴിക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും അതിൽ നിന്നൊരു മോചനം. അപ്പോൾ സ്ഥിരമായിട്ടൊരു 15 ദിവസം ഷൂട്ടിങ്, മകളെ വിട്ട് ഷൂട്ടിങ്ങിന് പോകാൻ വളരെ വിഷമമുണ്ട്. പക്ഷേ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് പ്രാന്തായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ മീന എന്ന് പറഞ്ഞാൽ നല്ലൊരു നടിയാണ്. നല്ലൊരു ആരോടും അസൂയോ കുശുമ്പോ ഒന്നും ഇല്ലാത്തൊരു നടിയാണ്. നന്നായി അഭിനയിക്കുന്ന നടിയാണ്. നല്ല സുന്ദരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാവത്തിന് വെറുതെ വിടും. ഇത്രേ നമുക്ക് പറയാനുള്ളൂ.